ഏറിയ വർഷങ്ങൾക്ക് ശേഷം താൻ കാണുമെന്ന് ഒരിക്കൽ പോലും മനസ്സിൽ ചിന്തിച്ചിട്ടില്ലാത്ത ജോസഫിനെ യാക്കോബ് എന്ന ആ പിതാവ് അല്ലെങ്കിൽ ഇസ്രായേൽ കണ്ടപ്പോൾ ആ യാക്കോബ് ജോസഫിനോട് പറയുക, മകനെ, നിന്നെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. അതിനുശേഷം താൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും തൻ്റെ മേൽ പകരപ്പെട്ട അധികാരത്തോടെ ഫറവോനെ വരെ അനുഗ്രഹിക്കുന്ന ഒരു ചരിത്രം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു എങ്കിൽ, പ്രിയ ദൈവപൈതലേ, ഇന്ന് നീ ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് ചുവട് വച്ച നാളുകളിൽ നിൻ്റെ ജീവിതത്തിൽ നന്മകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ഈ വചനത്തെ അടിസ്ഥാനമാക്കി ഞാൻ പറയുന്നു, ആ നഷ്ടപ്പെട്ടു പോയ നന്മകൾ മടങ്ങി വരുവാനുള്ള കാലവും നഷ്ടപ്പെട്ടു പോയി ഇനി അത് ലഭിക്കത്തില്ല എന്നുവരെ വിധിയെഴുത്തുകൾ നടത്തിയതിനെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ നിലയിൽ നിന്റെ കരത്തിൽ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ പ്രഭാതത്തിൽ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് വ്യക്തതയോടെ വിളിച്ചു പറ, എൻ്റെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിക്കാനായി ഇറങ്ങി വരികയാണ്. എനിക്കൊരിക്കലും അത് ലഭിക്കത്തില്ല എന്ന് കരുതിയ വിഷയം എൻ്റെ കർത്താവ് എൻ്റെ കരത്തിലിതാ അധികാരത്തോടെ മടക്കിത്തരാൻ പോകുന്നു. ജോസഫിനെ തിരികെ ലഭിക്കുമ്പോൾ ജോസഫ് ആ രാജ്യത്തിൻ്റെ രണ്ടാമത്തെ സ്ഥാനത്താണ്. രാജാവ് കഴിഞ്ഞാൽ അടുത്ത അധികാരി ജോസഫാണ്. അവിടെ വചനം പറയുന്നു, സിംഹാസനമൊഴികെ ബാക്കി എല്ലാ കാര്യാദികളും ജോസഫാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടത് മടക്കി ലഭിച്ചപ്പോൾ ഏറ്റവും ശ്രേഷ്ഠതയേറിയ നിലയിലാണ് ജോസഫിനെ ആ യാക്കോബിന് തിരികെ ലഭിച്ചത് എങ്കിൽ മാത്രമല്ല, ആ ജോസഫിൻ്റെ മേൽ പകരപ്പെട്ട ആ രാജ്യത്തിൻ്റെ അതോറിറ്റി ഉള്ളതുകൊണ്ടാണ് യാക്കോബിന് ഫറവോനെ വരെ അനുഗ്രഹിക്കാൻ കഴിഞ്ഞത് എങ്കിൽ ആ പിതാവും അവിടെ മാനിക്കപ്പെടുകയല്ലേ. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നീ വിലപിക്കേണ്ട. കർത്തൻ നിനക്ക് ചിലത് മടക്കി തരാൻ പോകുന്നു. ആ മടക്കി തരുന്നത് അത് ഏറ്റവും ശ്രേഷ്ഠമായതായിരിക്കും. അതുകൊണ്ടാണ് വാചകൻ വിളിച്ചു പറയുന്നത്, തുള്ളനും വെട്ടിക്കിളിയും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി ഞാൻ നിനക്ക് അതിനനുസരിച്ചുള്ള നന്മയെ മടക്കി തരും എന്ന്. അങ്ങനെയെങ്കിൽ പ്രിയരെ, വിശ്വസിച്ചുകൊണ്ട് ചുവടുവെക്ക്. നിന്റെ ജീവിതത്തിൻ്റെ മേൽ കൊഴിഞ്ഞുപോയ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് വിലപിക്കേണ്ട, സങ്കടപ്പെടേണ്ട. കർത്തൻ നിനക്ക് വേണ്ടി വാഗ്ദത്തങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങൾ അത് ശ്രേഷ്ഠതയേറിയ നിലയിൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ എത്തുക തന്നെ ചെയ്യും. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ പരിവർത്തനത്തിന് കാരണമാകട്ടെ. വിശ്വസിച്ച് മുമ്പോട്ട് പോകുക. അവിടെ കർത്താവ് അസാധാരണമായ അത്ഭുതം പ്രവർത്തിക്കും. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.